ഞാൻ പെട്ട് കിടക്കുക. അതൊരു പുതിയ കാര്യമല്ലല്ലോ. അമ്മൂമ്മയുടെ ആഭരണപ്പെട്ടി ഞാനിങ്ങെടുത്തു. എടാ മഹാഭാവി, ഇപ്പൊ തൽക്കാലത്തേക്ക് വീട്ടിൽ നിന്ന് മാറിയിടണം. സ്ഥലമുണ്ട്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എൻ്റെ സ്വന്തം വീട് പോലെ ഞാനത് നോക്കും. അങ്ങേരാ വീട് ആർക്കും വാടകയ്ക്ക് പോലും കൊടുക്കുന്നില്ല. അവിടെയാ ഞാൻ നിന്നെ കയറ്റി താമസിപ്പിച്ചേക്കുന്നത്. ചേട്ടാ, ഞാനിവിടെ ഒരു പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. വാടകയ്ക്കാരെങ്കിലും വന്ന ആ അഡ്രസ്സിലോട്ട് പറഞ്ഞു വിട്ടാൽ മതി. ആരാ നീ? ജിന്നി. നിങ്ങളുടെ ലോകത്ത് വരവൊക്കെ കൊടുക്കാനുള്ള കഴിവില്ലേ? ആ കഴിവ് എനിക്കില്ല. നീ വല്ല അപ്സരസിന്റെ കോലത്തിൽ വന്നിരുന്നെങ്കിൽ നിന്നെ ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചാണ്. ഇന്നലെ അപ്സരസായി വരാന്ന് പറയുമ്പോൾ നിനക്ക് ഫീൽ ആയോ? എനിക്ക് തന്റെ വീട് വേണ്ട, ഒരു കോപം വേണ്ട. അതല്ലേ വാടകയ്ക്ക് വന്ന ആളെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ അറിയാൻ പാടില്ലേ? രണ്ടുപേരോടും കൂടിയും പറയുവാ, എന്റെ തലക്കിറങ്ങാനും വന്നു കഴിഞ്ഞാ അന്നയുടെ തനി സ്വഭാവം അറിയാം. എന്റെ മാലിമലയൊക്കെ ആയിട്ട് അങ്ങോട്ടാ. ഇതുപോലെയുള്ള മുഷിഞ്ഞ സ്വർണ്ണം നമ്മൾ അലക്കാൻ കൊടുക്കുന്ന സ്ഥലമാണ്. പിച്ചളായിട്ട് മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങി വെക്കുന്നത്. വരം തരാനുള്ള കഴിവില്ലെന്ന് പറഞ്ഞിട്ട് ആ കുന്ത്രാണ്ടോ നിന്റെ കൈ വന്നേ. ഒരു ഗതി കെട്ട ജിന്ന് തന്നെ ഞാൻ. നിന്റെ ശക്തി ഇനി നിനക്ക് നിയന്ത്രിക്കാൻ അറിയാൻ മേലാത്തതാണല്ലോ. നമ്മൾ ഇനി ഒരു കലക്കും. ജിൻ ആൻഡ് ജോണി. അല്ല, നമ്മുടെ പെണ്ണ്. എടി നാണമില്ലല്ലോ എടി, വലിയ മോഡലായിട്ട് വാടകയ്ക്കാനോട് കണക്ക് പറയാൻ. എടുക്കടിയല്ല ബാക്കി 6000 രൂപ. എന്റെ പട്ടി തരും 6000 രൂപ. ആരുടെ ഇവരൊക്കെ? കുട്ടി എന്റെ പെണ്ണ. ഇവിടെ എന്തൊക്കെയോ ഉടായ്പ നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. അയ്യോ ഒക്കെ നീ ആരാടാ? ഇതെന്റെ ഫോട്ടോഗ്രാഫറാ. ഇന്നത്തെ എന്റെ ഷൂട്ടിന് 10000 രൂപ താൻ തരുമോ? ഈ മാസത്തെ വാടകയില്ലേ 4000 രൂപ, അത് തരണ്ട. എടാ, നിന്റെ വരം തരാനുള്ള കഴിവില്ലേ, അതെങ്ങനെയാലും നമ്മൾ കണ്ടുപിടിക്കണം. എടാ, നീ വന്ന പെട്ടി. പെട്ടി എടുക്കാൻ കയറിയപ്പോ ഞാനൊന്ന് തക്കായി പോയതാ. അത് എടുക്കണമെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞ പോരെ. ഇതിനടിയിൽ ഒളിച്ചിരിക്കണോ? അതുകൊണ്ട് വലത്തോട്ട് വേണ്ടി വെക്കോ. അല്ല, അവൻ പറ്റിയായിരുന്നില്ല. എന്റെ പറ്റിയായിട്ട് പോന്നു. പിടിക്കാ. നോക്കി പോടോ. എന്റെ ഒരു നിഗമനം വെച്ചേ പെട്ടി എടുത്തോണ്ട് പോയത് ഒരു കള്ളനാവാനാ സാധ്യത. ഓടാ, വല്ലവന്റെ വീട്ടിൽ നിന്ന് ആരും കാണാതെ പെട്ടി എടുത്തോണ്ട് പോയാൽ കള്ളനാണെന്ന് നീ പറയുന്നത്? എന്റെ ഒരു നിഗമനം. ഒന്ന് ഇടിച്ചു പോടാ. പിന്നെ കട്ടോണ്ട് പോയാ പിന്നെ കള്ളാന്നല്ലാതെ മനോജ് കുമാർ എന്ന് വിളിക്കാൻ പറ്റൂ? അല്ല, ഞാൻ ആ പെട്ടിക്ക് മാറ്റി വെച്ചപ്പോ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വേറൊരു പെട്ടിയല്ലേ, പോണേ പോട്ടെ, വലിയ ഉപകാരമൊന്നുമില്ലല്ലോ. അല്ല, പെട്ടി ആന്റിക്കാണല്ലോ. ആന്റിയുടെ പെട്ടിയാ? ആന്റിയുടെ പെട്ടിയല്ല, നമ്മുടെ പഴയ സാധനം, പുരാവസ്തു, പ്രാചീനകാല പെട്ടകം. എന്നാ വല്ല ആക്രിക്കാരെ കൊണ്ടുപോയതായിരിക്കും. പിന്നെ ആഗ്രക്കാരൊക്കെ ഇപ്പൊ 100, 110 പോകുന്നത്. അതും ഗാന്ധിയുടെ കാലത്തെ ആ പെട്ടിയും വെച്ചോണ്ട്. ഒക്കെ കൊണ്ടുപോകും. പണ്ട് എന്റെ വീട്ടിൽ 2 പേര് വന്നതാ ഗേറ്റ് വിളിച്ചോണ്ട് പോവാൻ. ഭാഗ്യത്തിന് ഞാൻ ഉണ്ടായിരുന്നു. ഇട്ട് കാശാക്കിയില്ല. 5000 രൂപ കിട്ടി. ആരെങ്കിലും കള്ളന്റെ മോഹം കണ്ടായിരുന്നോ? ഞാൻ അവന്റെ ബാക്ക് മാത്രമേ കണ്ടുള്ളൂ. നീ വല്ലതും കണ്ടായിരുന്നു? ഞാൻ അവന്റെ പിന്നാമ്പുറം മാത്രമേ കണ്ടുള്ളൂ. അല്ല, അന്ന അവനെ പോയി ഇടിച്ചല്ല, അന്ന എന്തെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ ഇങ്ങനെ കാണാനാ? ഞാൻ ഈ കുന്ത്രാണ്ടം വെച്ചോണ്ട് നടക്കും. ഞാൻ അവനെ കണ്ടു, ഒരു മിന്നായം പോലെ. പക്ഷെ എനിക്ക് അവനെ കണ്ടാ മനസ്സിലാവും. ഉറപ്പാണോ? ഉറപ്പാന്നേ, അവനൊരു കള്ള ലക്ഷണം ഉണ്ടായിരുന്നു. എന്നാ ഇനി ഒന്ന് നോക്കണ്ട, വരച്ചോണയ്ക്കോ. രേഖയത്രം വരച്ചോണയ്ക്കോ. വാട്സാപ്പിൽ ഇറക്കി നമ്മൾ നാളെ തന്നെ അവനെ പോകും. അവനാര് വരയ്ക്കാനാ? എനിക്ക് അവനൊന്നും വരയ്ക്കാൻ മാത്രം ഓർമ്മയൊന്നുമില്ല. അതിന് കണ്ണു മൂക്കും വായം വരച്ച് കഴിഞ്ഞ ഒരു മനുഷ്യനാവും. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, മനസ്സിൽ വരുന്ന ഓർത്തങ്ങ് വരച്ചാൽ മതി. നീ കള്ളനെ ഇരട്ടാണെങ്കിലും ആള് ഒരു നിരപരാധി ശിക്ഷിച്ചത് മോശമല്ലേ? ഒരു ഏകദേശം രൂപയിലും വരയ്ക്ക്. എനിക്ക് വരയ്ക്കാനൊന്നും അറിയത്തൊന്നുമില്ല. സ്വന്തം ചേച്ചിയുടെ കല്യാണത്തിന് പോലും ഞാൻ മൈലാജി പോലും എനിക്ക് വരയ്ക്കാൻ സമ്മതിച്ചിട്ട്. അപ്പോഴും എന്നെ പെട്ടി കിട്ടാൻ വേറെ ഒരു മാർഗവും. നീ എങ്ങനെയെങ്കിലും ഓർത്തവനെ ഒപ്പിയെടുക്ക്. അതിന് പോലീസ് സ്റ്റേഷനിൽ പോയാ പോരെ? പോലീസോ? പോലീസ് സ്റ്റേഷനിൽ പോവാ, അവർ കാരിക്കേച്ചറിസ്റ്റിനെ കൊണ്ട് വരപ്പിക്കും, അവരെന്നെ ആളെ പിടിക്കുകയും ചെയ്യും. നമ്മൾ എന്തിനീ വള്ളി കേസൊക്കെ തലേ ചുമന്ന് നടക്കുന്നേ? അല്ല, പോലീസിനെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ആരാ പോലീസ്? എൻ്റെ അച്ഛൻ റിട്ടയർ ആയില്ല, ഉണ്ടായിരുന്നു. പൂവന്റെ അച്ഛൻ പോലീസാണോ? അല്ല, അവൻ ആള് മാറിപ്പോയതാ. പോലീസിനെ വിളിക്കൊന്നും വേണ്ട. സത്യം പറ, വല്ല ഉടായ്പ നടക്കുന്നുണ്ടോ? ഉടായ്പൊന്നും അല്ല. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്ടി പുരാവസ്തുവാണ്. അപ്പം ഈ പോലീസ് സർക്കാരും ഒക്കെ ഇടപെട്ടാലേ അവരിതുകൊണ്ട് വല്ല മ്യൂസിയത്തിന് പോകും. നമ്മുടെ പെട്ടി അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൊണ്ട് വിട്ടുകൊടുക്കാൻ പറ്റും. അങ്ങനെ നിയമമൊക്കെ ഉണ്ടോ? മ്യൂസിയം ആക്ട് മറ്റേ സെക്ഷൻ 420 പേജ് 69. ലോ ഒക്കെ അറിയോ? ലോ ഉണ്ടാവുമല്ലോ കോളേജിലൊക്കെ, ലോ ലെറ്റർ. അയ്യോ, ഹലോ. അല്ല, ആരായി പോലീസ്?
എടാ മണമുടാച്ച പോലീസ് നീതിന്യായ നിയമമൊക്കെ കയ്യിലെടുക്കുന്ന അധികാരികൾ അവരിങ്ങോട്ട് വരുന്ന കാര്യം ഈ പറയുന്നത്. നീതി മാറ്റേ നമ്മുടെ പെട്ടി വെച്ചിട്ടുണ്ടേ. എടാ മന്നഭൂതമേ, എടാ മോഷണം നടന്ന ഒരു വീട്ടിൽ പോലീസ് വരും, അവരാദ്യമേ താമസിക്കുന്നവർ പേര് മേൽവിലാസം എല്ലാം എഴുതിയെടുക്കും. അപ്പൊ നീ ആരാന്ന് ഞാൻ പറയും. എടാ നിന്റെ തിരിച്ചറിയൽ കാർഡ് മേൽവിലാസവും പാസ്പോർട്ടും എല്ലാം ആ പെട്ടിയാ. ആ പട്ടി എടുത്തോണ്ട് പോയി. ഞാൻ മടുത്ത് എത്രയാണെന്ന് വെച്ചോളൂ ഈ വിദ്യാഭ്യാസം ഞാൻ കിട്ടുന്നത്. ഞാൻ സത്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ പോവാ. എന്ത് സത്യം? ഞാൻ ജിന്നാണെന്നുള്ള സത്യം. എന്നാ പിന്നെ ചണ്ടോട്ടി വിളംബരം നടത്തും. ഞാൻ ജിന്നാണ്. എടാ മാതാപി, ആ പെണ്ണ് അവളുടെ ഓഫീസിൽ എനിക്കൊരു ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞിരിക്കും. നീ ആ കച്ചവടം കൂടെ പൊളിക്കരുത്. എനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. മാളിലിങ്ങും പിണ്ണാക്കുമൊക്കെ ഞാൻ ഇവിടെ എന്ത് കഷ്ടപ്പെട്ട് താമസിക്കുന്നതെന്ന് അറിയോ. കഴിഞ്ഞ ദിവസം കൊച്ചെൻ്റെ അടുത്തൊന്ന് പറയുക ജമസ് വേണമെന്ന്. എന്നിട്ട് കൈ നീട്ടാൻ പറഞ്ഞ് കുറെ മഴവെള്ളം നിറവുള്ള മഞ്ചാടിക്കൊരു കയ്യിലേക്ക് കിട്ടുന്നു. ഞാനത് പറമ്പിക്കൊണ്ടിട്ട് കുളിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ കുട്ടി എന്നെ നോക്കി ഒറ്റ നിൽക്കുക. എടാ അത് ജംസാടാ, വാരിയെടുത്ത് ചവയ്ക്കുന്ന സാധനം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല, നിനക്ക് അറിയാൻ മേലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്തോട്ട് പറഞ്ഞോ. ജോണി ആ സമയത്ത് കിച്ചണിൽ മലമൂത്ര സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കിച്ചൺ അല്ല കക്കൂസ്. നിന്റെ അടുത്ത് ഞാൻ എത്ര വട്ടം പറഞ്ഞു തന്നിട്ടുള്ള. അത് കിച്ചണാണ്. ഇവിടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം ഉണ്ടാക്കുന്ന സ്ഥലം. കഴിഞ്ഞ ദിവസം നമ്മൾ ചാളക്കറി വെച്ചിട്ട് പൊട്ടിത്തെറിച്ചില്ലേ, ആ സ്ഥലം. നന്നായി. കഴിഞ്ഞ ദിവസം ആ കൊച്ചത്തെ പലഹാരം മേടിച്ചതിന്റെ ബാക്കി കിച്ചണിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ കക്കൂസിൽ കയറി എന്തോ കഴിച്ചിട്ടുണ്ട്. നല്ല മണമായിരുന്നോ ചീത്ത മണമായിരുന്നോ? നല്ല മണമായിരുന്നു. മുടിഞ്ഞ പറയും. അപ്പൊ കുഴപ്പമില്ല, സോപ്പ. രണ്ടാഴ്ചത്തേക്ക് ഇനി പല്ല് കേൾക്കണ്ട. വയറ്റിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും. കുഴപ്പമില്ല, മാറിക്കോളും. ഞാൻ വിചാരിച്ചു മനുഷ്യന്മാരൊക്കെ ഇങ്ങനെയാണ്. ഞാനൊരു കാര്യം ചെയ്യാം. എനിക്കറിയാവുന്ന സകലതും നിന്നെ ഞാൻ പഠിപ്പിക്കാം. ഞങ്ങൾ സംസാരിക്കുന്ന രീതിയും വാക്കുകളും കുറച്ച് ടെക്നോളജിയും ഫാനും സ്വിച്ചും ഫോണും. നിനക്കൊരു ഫോൺ ഞാൻ മേടിച്ചു തരാം. ചാർജർ കുത്തി ചാവാണ്ടിരുന്നാൽ മാത്രം മതി. നീ തൽക്കാലത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേ. എനിക്കൊരു ജോലി എങ്ങാനും കിട്ടിയോണ്ടല്ലോ നിന്നെ ഞാൻ സ്വർണം കൊണ്ട് മൂടും. ഞാൻ പണ്ട് സ്വർണ്ണത്തിൽ കിടന്നവർ എനിക്ക് കൊണ്ടിരുന്നേ. ആ പെട്ടിയില്ലേ, അത് നിറച്ച സ്വർണ്ണമായിരുന്നു. പണ്ട് പിന്നെ ആരൊക്കെയോ കൊണ്ടുപോയി. ഇനി ആ പെട്ടിക്കകത്ത് പിന്നെ സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും കട്ടുകൊണ്ട് പോയതാണോ? അതിനൊരു സാധ്യത ഇല്ലാതില്ല. അങ്ങോട്ട് പൊക്കാം. തൽക്കാലം നീ ജിന്ന കാര്യം ആരും അറിയണ്ട, പ്രത്യേകിച്ച് അവള്. ഓക്കെ? കിട്ടി. ജോണി, നിനക്ക് ഇന്റർവ്യൂ സെറ്റ് ആയെന്ന്. ആ ബോസ് ഇപ്പൊ ഫോൺ വിളിച്ച് വെച്ചേ ഉള്ളൂ. നിന്റെ മോഡലിംഗ് ഇന്റർവ്യൂ സെറ്റ് ആയെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ലൊരു കാര്യം ഏറ്റതാന്ന് മനസ്സിലായില്ലേ? താങ്ക് യു. നിന്റെ ഞാൻ വിട്ടുപോയടാ. അതൊക്കെ നമുക്ക് പിന്നെ തരാട്ടാ. അതെ, കെട്ടിപ്പിടിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇന്റർവ്യൂവിന് പോകണ്ടേ? ചെറിയ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് വരാം. അയ്യോ, മോഡലിംഗ് ഇന്റർവ്യൂവിന് മുമ്പ് ഞാനെങ്ങനെ ഫിൽറ്റർ ഇല്ലാതെ മേക്കപ്പ് ഇല്ലാതെ പോകും? മേക്കപ്പിന്റെ കാര്യല്ലേ, അത് ഞാൻ ഏറ്റു. എന്നാ പിന്നെ നമുക്കൊരു കുളിയൊക്കെ കുളിച്ചിട്ട് അങ്ങ് ഇറങ്ങാല്ലേ? അത് പറഞ്ഞപ്പോഴാ, നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ സോപ്പ് ഉണ്ടോ? എന്റെ സോപ്പ് കാണുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ? പുട്ടിനകത്ത് തേങ്ങാപ്പീരി ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷും ചേർക്കണം. ഓക്കെ? സോറി, വൈ നോട്ട്, ഓഫ് കോഴ്സ്, താങ്ക് യു. എന്താ കയ്യിൽ എഴുതിയിരിക്കുന്നത്? അല്ല, മറന്നുപോയിട്ട് നോക്കി വയ്ക്കാൻ വേണ്ടി. ഇന്റർവ്യൂവിന് ബിറ്റ് വയ്ക്കുന്ന ആദ്യത്തെ മനുഷ്യൻ താനായിരിക്കും. ഞാൻ ഇന്റർവ്യൂ ഒന്നും പോയിട്ടില്ല. ചോദിക്കാൻ മൊത്തം ജോണിയെ പറ്റിയിട്ട് അതിന് ബിറ്റ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രേ ഉള്ളോ? ഞാൻ ഇതിനുവേണ്ടി ഞാൻ പറയേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു? ഞാൻ വീട്ടിൽ ഇരുന്ന പോരെ, എനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്ത പോലും ഇല്ല. അല്ല, വീട്ടിലാരെങ്കിലും വന്നിട്ടെങ്കിലും ചോദിച്ചാൽ നിനക്കെല്ലാം പറയാൻ അറിയാം. അതറിയത്തില്ല, പക്ഷെ ഞാൻ വിളിച്ചിരുന്നാ പോരെ, എന്നാരും അന്വേഷിക്കാനൊന്നും തോന്നില്ലല്ലോ. ചേട്ടാ, നമ്മൾ ഇങ്ങോട്ട് വന്ന കാര്യം നീ മറന്നു പോയില്ലേ? എനിക്ക് നിനക്ക് ഇവിടെ ജോലി പറഞ്ഞു വെച്ചേക്കുക. ഇതിന് പുറത്തിരി ഞാൻ ജോലി കൂടെ ചെയ്യണം. നീ ജോലി ഒന്നും ചെയ്യണ്ട. ഇവിടെ അങ്ങേര് വന്ന് എന്നെ നിന്നെ കാണും, എന്നിട്ട് എന്നെ തിരഞ്ഞെടുക്കും. ഇതാണ് നമ്മുടെ പദ്ധതി. ഓക്കെ? എന്റെ കഴിവില്ലായ്മ ചൂഷണം ചെയ്യുമല്ലേ? അറിയായിരുന്നു. നീ ഇങ്ങോട്ട് നോക്കി. ഞാനങ്ങനെ പറഞ്ഞോ? എടാ, നീ എൻ്റെ കൂടെ ഉള്ള എനിക്കൊരു ശക്തിയല്ലേ, എനിക്കൊരു പ്രചോദനം. അല്ലേ? അതെ, അത്രേ ഉള്ളൂ.
അതുകൊണ്ട് എപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണണം കേട്ടോ. ആദ്യം വെച്ചാൽ എന്നോട് ജോലിക്കാണെന്ന് പറയുള്ളൂ. ഓക്കെ കേട്ടോ? ബോസ് വരുന്നു. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? സ്മാർട്ടായിട്ടുണ്ട്. സ്മാർട്ടാ ഉമ്മയ്ക്കാനല്ല, ഊതാൻ. പല്ല് വെച്ചില്ല അല്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ ആ സാധനം വായിലിട്ടടിച്ചാണ്. വാ തുറക്ക്. ആ ഓ കുഴിച്ചിടാനല്ലേ? എനിക്ക് ആ തമാശ ഇഷ്ടമായില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്നേ? അത് ശരിയാവത്തില്ല. പിന്നെ അല്ലാതെ അതെ, ലോറൻസ് ഈ പരിപാടി ഇറങ്ങിയിട്ട് കാലം കുറേ ആയി. എൻ്റെ പൊന്നു ചേട്ടാ, ഫോട്ടോസിൽ 3-4 ഫോട്ടോസ് ബ്ലറായെന്ന് വെച്ച് അത് നമ്മുടെ ക്യാമറമാർ അറിഞ്ഞോണ്ട് ചെയ്തതാണ്. പിന്നെ അല്ലാതെ നിങ്ങളുടെ വിചാരം ഞങ്ങളുടെ ക്യാമറമാരനെ കണ്ണുകൂട്ടന്മാരാണ്? അല്ല, നിങ്ങളുടെ ക്ലയൻറ്റ് ഞങ്ങളോട് തന്നെ പറഞ്ഞത് 2020 വേണ്ടിയിട്ട് ഒരു കലണ്ടർ ഷൂട്ട് വന്നു. എൻ്റെ പൊന്നു ചേട്ടാ, ഇത്രയും ദുരിതം പിടിച്ച വർഷത്തിന് വേണ്ടി ആരെങ്കിലും പൃഥ്വിരാജനുമായിട്ട് ഫോണിയുടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമോ? ഞങ്ങൾ പിന്നെ ഫോണിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നാണ്. പിന്നെ നിങ്ങളുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് അത് ക്യാമറയിലോട്ടാക്കിയത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഒരു പെണ്ണിൻ്റെ തല ക്രോപ്പായിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ഇച്ചിരി ഓവർ കേട്ടോ. നിങ്ങൾ 2021 കലണ്ടർ ഷൂട്ടുമായിട്ട് വന്ന് നമുക്ക് ഫാഫ ചെയ്യാം. ഫാഫയായിരുന്നു എടോ ഫഹദ് ഫാസിൽ വെച്ചിട്ട് ഓടും. ഞാൻ പറഞ്ഞ ആള് ജോണി യൂറോപ്പിലായിരുന്നല്ലേ? അന്ന പറഞ്ഞായിരുന്നു. യൂറോപ്പില അല്ല, ഞാനും കുറച്ചാൾ ഈ പാരീസിലൊക്കെ ആയിരുന്നേ, മോഡലിംഗ് പരിപാടിയൊക്കെ ആയിട്ട്. ഒന്നും പറ്റടിച്ചില്ല. എന്നൊക്കെ അറിയാലോ. അല്ല, യൂറോപ്പിലെവിടെയായിരുന്നു? ഞാൻ ബാഴ്സലോണയിലായിരുന്നു. ആണോ? ഞാൻ നിന്റെ അപ്പുറത്തെ മൈതാനത്തായിരുന്നു മെസ്സി ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടിരുന്നത്. ഇടയ്ക്ക് ഞാൻ പോയി ഗോളിയൊക്കെ നിൽക്കാറുണ്ടായിരുന്നു. എന്റെ മോനെ, അയ്യോ കഴിക്കാനായിട്ട്. ഓ, ടാറ്റുവാ. ടാറ്റൊക്കെ പുള്ളന്നില്ലാണോ അടിക്കുന്നത്? അല്ല, യൂറോപ്പിലെ പുതിയ ട്രെൻഡാ. ഇങ്ങോട്ടൊക്കെ വരുന്നേ ഉള്ളൂ. ഫാഷൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഒരുപടി മുന്നിലായിരിക്കണമല്ലോ. എക്സാക്ട്ലി. ജോണി ഇപ്പോൾ ഉള്ള ഒരാളാണ് ഞാൻ ഷൂട്ടിൽ നോക്കിയിരുന്നത്. അതായത് ഈ അത്യാവശ്യം ലോകപരിചയവും വെസ്റ്റേൺ കൾച്ചറൊക്കെ അറിയാൻ ഉള്ള കാര്യം പറയല്. ഈ എണ്ണം കൊണ്ടുവന്ന ആളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് കച്ചറയായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ലോ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മൾ വേറൊരു കാൻഡിഡേറ്റ് നോക്കി വെച്ചിട്ടില്ലായിരുന്നു. അതൊന്നും വേണ്ട, ഇത് ഓൾമോസ്റ്റ് ഫിക്സ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഈ യൂറോപ്യൻ കൾച്ചറിൻ്റെ അത്രയ്ക്ക് സെറ്റപ്പ് ഒന്നും വരത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം തട്ടിമുട്ടൊക്കെ പോകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നു? മോഡലിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇനി എന്തോ ഡൗട്ട്. അയ്യോ മോനെ മോനെ, ഞാനിവിടെ നിന്ന് കുഴപ്പമൊന്നുമില്ല. ഇത് സ്ഥിരം പറ്റുന്നതാണ്. അവിടെ ഇരുന്നോളൂ. എന്തോ കാണിക്കുന്നത്? കൊണ്ട കൊണ്ട സാധനം ഒന്നും എടുത്തു. അല്ല, അന്നെ എങ്ങനെ പരിചയം? അന്നെ എനിക്ക് വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചത്. സാധാരണ അങ്ങനെയല്ലല്ലോ തിരിച്ചല്ലേ വരുന്നത്. അല്ല, ഞാൻ കൊച്ചാക്കാൻ ചോദിച്ചല്ലേ. യൂഷ്വലി സാധാരണ എങ്ങനെയല്ലെന്ന് അറിയാം, പക്ഷേ എന്നെ ബാക്കിയുള്ള പിള്ളേരെ പോലെ അല്ലല്ലോ. ചോടാ, ശരിക്കും നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാണ്. ഇത് ഞാൻ പറയല്ലേ, കാരണം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടവരാണല്ലോ. ഐ ഡോണ്ട് ലവ് ദിസ് അറ്റ് മൈ വർക്ക് പ്ലേസ്. ഓക്കെ, വേറെ എന്തെങ്കിലും ചെയ്യണ്ടോ? ഇവിടെ നേരെ തന്നെ. ആ, അത് തന്നെ. എടോ, താൻ ഇച്ചിരി നേരെ ഒന്ന് നിന്നേ.
ആ നേരെ എടാ ആ വയറൊന്ന് കയറ്റി പിടിച്ചേ. എടോ ഈ വയറ് ഇത് ഇങ്ങനെ വെച്ചിട്ട് അതന്നെ. എന്നാണോ കാണിക്കുന്നത്? അപ്സെറ്റ് ആണെന്ന് എനിക്കറിയാം. കണ്ണും മൂക്കും ബിസ്ക്കറ്റ്. ആടെ ദേ പിന്നെയും പോകുന്നു. എനിക്ക് കിട്ടേണ്ട ജോലിയാ. അവൻ നിന്നത് ആർക്കൊന്നും കണ്ടില്ലേ? ഞാനാ മേക്കപ്പ് ചെയ്തത്. ആ ആദ്യമായിട്ടാ ഒരാൾ പുതിയത് വന്നിട്ട് എന്നേക്കാൾ കൂടുതൽ പേയ്മെന്റ് കിട്ടുന്നത്. ആ ബൂന് എന്നേക്കാൾ കൂടുതൽ പേയ്മെന്റ് കിട്ടുന്നുണ്ട്. താൻ ഈ ക്യാമറ പഠിക്കുക, ഞാൻ കാണിച്ചു തരാം. അതായത് ഇങ്ങനെ നിന്നിട്ട് തരാം, ഇങ്ങോട്ട് നോക്കണം. എടോ ഇങ്ങോട്ട് നോക്ക്. പാവം കുറെ അനുഭവിച്ച. എന്തായാലും വീട്ടിലോട്ട് കിട്ടുന്ന പൈസയല്ലേ. ഞാൻ വിചാരിച്ച അത്ര ഉടായ്പല്ല ജോണി. അല്ല, നിനക്ക് കിട്ടേണ്ട ഷൂട്ട് കൂട്ടുകാരനെ കിട്ടിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടല്ലോ. ഇറ്റ്സ് നൈസ്. അന്നേ ഞാൻ വിചാരിച്ചത്ര ഉടായ്പൊന്നും അല്ല. ഞാൻ കേട്ടായിരുന്നു. അല്ല, ബോസിനോട് എന്തിനാ ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചെയ്തേന്ന് പറഞ്ഞേ? നമ്മൾ ഒരുമിച്ച് താമസിക്കുന്ന കാര്യം ബോസിനോട് പറയലെന്ന് തന്നെയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞാനൊരു കള്ളത്തരം പറഞ്ഞു. വേറെ കളത്തിലൊന്നും കിട്ടിയില്ല? ഞാൻ പറഞ്ഞ കള്ളത്തരമൊന്നുമല്ല, സത്യം കേട്ടോ. എന്ത് സത്യം? അല്ല, എന്നെ ബാക്കിയുള്ള പെൺപിള്ളേരെ പോലെ അല്ലെന്നുള്ള സത്യം. എനിക്കറിയാം. അപ്പം ഇനി എന്താ പരിപാടി? എന്തായാലും പോലെ ജോലി കിട്ടിയതല്ലേ, നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് വരാം. എന്റെ പോവാ അതേ ബോസിങ്ങോട് ഇങ്ങനെ അടി, ഇങ്ങനെ കടലാന്ന് ഒറ്റടി. അപ്പൊ ഞാൻ പടടാന്ന് ഫോട്ടോ എടുക്കും. ഇങ്ങനെ 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 ഇടിക്കും. അവൻ്റെ ഷൂട്ട് ഇപ്പോഴൊന്നും കഴിയലൊന്നും പോകും. നമുക്കെന്നാ അങ്ങോട്ട് പോയി കഴിച്ചാൽ. വയറിളകുന്നു. ഉണങ്ങി. നീ ആ തന്ത ചെയ്ത് വിസർജനം അതല്ല, മാരിയൊക്കെ ഇന്റർവ്യൂ ആയാലും കട പൊക്കോണ്ടിരിക്കുവായിരുന്നു. നീ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് വേഷം കിട്ടി കയറി വന്നത്? എൻ്റെ തുണി നനഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന കുപ്പായ എടുത്ത് ഇട്ടോട്ടെന്ന് ചോദിക്കാൻ വേണ്ടി വന്നാ. എടുത്തിട്ടാണ് ഇട്ടോട്ടോ നീ ചോദിക്കാൻ വരുന്നത്. അല്ലിപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പം ഒന്നും മനസ്സിലായില്ലേ? എടാ, എനിക്ക് കിട്ടേണ്ട ജോലിയായിരുന്നു, അത് നീ കൊണ്ടുപോയി. അത് ജോലിയായിരുന്നോ? പിന്നെ എന്നാ നീ വിചാരിച്ചത്? ഞാൻ വിചാരിച്ചു തലയടിച്ച് പൊട്ടിച്ചിട്ട് ശിക്ഷിക്കുവാന്ന്. ബെസ്റ്റ്. ആ ജോലിയൊന്നും നമുക്ക് വേണ്ട കേട്ടോ. ഭയങ്കര കഷ്ടപ്പാടാ. ആ വെളിച്ചു അടിച്ച് മുഖത്ത് നോക്കി എൻ്റെ കണ്ണ് തന്നെ മഞ്ഞളിച്ചു പോയി. പൈസ കിട്ടുന്ന കാര്യമായി പോയി. അവിടെ ഞാനൊന്നും പറയുന്നില്ല. ഏതായാലും നിനക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ലോ. എന്നെ യൂസ് ചെയ്യല്ലോ ജീവിക്കുന്നു. അതെ, അങ്ങനെ എനിക്ക് ഒന്നുകൂടെ പോകണോ? മുള്ളനായിരിക്കും. നാളത്തെ പൊക്കൂടായിരുന്നോ? വാ. അങ്ങോട്ട് മാരേജ് എന്നാണ്ട് എന്നാണ്ട് ജോണി, ക്യാഷ് കിട്ടി. വേണ്ടേ? കാശോ? കള്ളൻ, കള്ളൻ. ഒരു വീട്ടിൽ ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഇതെങ്ങനെ നിർത്തുന്നേ? ഒട്ടും ഭയാനകമല്ല. ഓ, അപ്പൊ ഇവിടെ അല്ലേ മോഷ്ടിച്ച വസ്തുക്കളെല്ലാം കൊണ്ടുവയ്ക്കുന്നത്? ഹേയ്, കൂടിപ്പോയ 2 ദിവസം. നീ പറഞ്ഞ ഞാൻ മറിക്കും. അല്ല, നിങ്ങളുടെ സാധനം എവിടെയുണ്ട്?
പെട്ടി എന്ത് ചെയ്യും? അല്ല അതാ നിങ്ങളോട് ചോദിക്കാൻ വന്നത്, നിങ്ങൾ എടുത്തായിരുന്നോ? എടാ കിടന്ന് കളിക്കാതെ എന്റെ പെട്ടി എവിടെയാണെന്ന് പറയടാ. നിങ്ങൾ കണ്ടല്ലേ ഞാൻ ഇവിടെ തപ്പുന്നേ, എന്നിട്ട് അതെന്ത് കാണുന്നില്ല? എടാ, കള്ളം പറയടാ. എടാ ഇവിടെ കാണുമ്പോഴേ അറിയാം കള്ളം പറയാ. ഞാനെന്തിനാ കള്ളം പറഞ്ഞേ? ഇവിടെ ഒന്നുമില്ല, സാധനം അടിച്ചോണ്ട് പോയെ, അപ്പൊ അതിന് നഷ്ടം എനിക്കല്ലേ? എനിക്ക് തോന്നുന്നില്ല കള്ളമാണ്, ഇത്രയും തപ്പിയതല്ലേ, പെട്ടി കിട്ടേണ്ടതല്ലേ. ആ, നിങ്ങൾ എന്റെ റെപ്യൂട്ടേഷനെ പറ്റി ആലോചിച്ചോ? ഞാനൊരു കള്ളനാ, ഇവിടെ ഒരു സാധനം അടിച്ചോണ്ട് പോയോ അതിന്റെ നാണക്കേട് എനിക്ക്. കൊട്ടേഷൻ ഒരു പേര് ഞാൻ വരുത്താ. പേരെനിക്കറിയത്തില്ല, നമ്പർ അവന്റെ പേര് സേവ് ചെയ്തേക്കുന്നത് അങ്ങനെ. കൊട്ടേഷൻ പെട്ടി. കെ നോക്കിയിട്ട് കൊട്ടേഷൻ കാണുന്നില്ലോ. കൊട്ടേഷൻ KLNC ആണ്. ആ തെണ്ടി നിലവിലില്ലാന്ന്. ആ, ഞാൻ വിളിച്ചിട്ടും കിട്ടില്ല, ഉടായിപ്പാന്നാ തോന്നുന്നത്. ആളെ കണ്ട ഒരു ഛായാചിത്രം വരച്ചു തരാൻ പറ്റുമോ? ആ നിനക്ക് അവനെ കണ്ട ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ആള് വന്നപ്പോ ഹെൽമെറ്റൊക്കെ വെച്ചോണ്ടാ വന്നേ. നിക്ക് അപ്പൊ നീ ആളുടെ മോന്ത ഇതുവരെ കണ്ടിട്ടില്ല? ഇല്ല. ഇവിടെ ഒരാളുടെ മോന്ത കാണാൻ എങ്ങനെയാടാ കൊട്ടേഷൻ എടുക്കുന്നത്? പോട്ടെ, നിനക്ക് അവനെ പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ പറ. എന്റെ പൊന്നു കേട്ടാ, കൊട്ടേഷൻ എടുത്തല്ലാതെ എനിക്ക് ആളെ പറ്റി ഒരു വിവരം അറിയത്തില്ല. വിശ്വാസമില്ല, എന്നൊന്നുകൂടെ തപ്പിത്തരാം. ആ നാശം പിടിച്ച പെട്ടി എവിടെ പോയി കിടക്കുകയാണോ?